ഓക്കെ, നമുക്കിനി ഡോക്ടർ ആപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് വരുന്ന APIs ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മെയിൻലി വരുന്ന ഒരു API എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പാർട്ടാണ്. ഓക്കെ, രജിസ്ട്രേഷൻ പാർട്ടാണ് ഈ കിടക്കുന്നത്. രജിസ്റ്റർ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു API. ഇതിൽ നമുക്ക് യൂസറെ രജിസ്റ്റർ ചെയ്യുമ്പോൾ പാസ്വേഡ്, യൂസർ നെയിം, ഫസ്റ്റ് നെയിം, മൊബൈൽ, പിന്നെ ഡിസ്പ്ലേ നെയിം, അതിന് ജസ്റ്റ് ഞാൻ ഒരു ഫീൽഡ് കീപ്പ് ചെയ്തെന്നുള്ളൂ. അത് ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഏകദേശമൊക്കെ ഓക്കെ ആവുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഏതായാലും കൊടുത്തിടുക. ഓക്കെ, പിന്നെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 0 or 1 ആണ് ഇവിടെ വാല്യൂ വരിക. പിന്നെ ടോക്കൺസ് പെർ ഡേ, ഒരു ഡെയിലി എത്ര ടോക്കൺ വേണമെന്നുള്ളത് നമ്മൾ സെറ്റിംഗ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്കൽ ലൈസൻസ് നമ്പർ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഡാറ്റ കളക്ഷന്റെ പാർട്ടായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്താ ലൈസൻസ് നമ്പർ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഡിഗ്രി നമ്മൾ എന്താ വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാം. ഹോസ്പിറ്റലിൽ നമ്മൾ ബ്ലഡ് ലൊക്കേറ്ററിൽ ഓൾറെഡി ഹോസ്പിറ്റലിന്റെ ടേബിൾ ഉണ്ട്. അതിൽ കുറച്ച് ഹോസ്പിറ്റൽസും ഉണ്ട്. നമുക്ക് എന്താ ഇവിടെ വേണ്ട വെച്ചാൽ കറസ്പോണ്ടിങ് ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ ID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ ID കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. അത് ഓൾറെഡി ആപ്പിൽ ഹോസ്പിറ്റലിൽ ഗെറ്റ് ചെയ്യുന്ന APIസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുത്ത് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. പിന്നെ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓൾഡ് ആപ്പിലില്ല, പുതിയത് നമ്മൾ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഡോക്ടേഴ്സ് ഒക്കെ ഓരോ കാറ്റഗറിന്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ കാറ്റഗറി ഒക്കെ നമുക്ക് പേഷ്യന്റ് ആപ്പിൽ കാണിക്കുന്നുണ്ട്, അതിന്റെ ID. ഓക്കെ, അപ്പോൾ അത് ഗെറ്റ് ചെയ്യാനുള്ള API ഒക്കെ ഇതിലുണ്ട്. കാറ്റഗറി ഇതിൽ ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി ലിസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ പേഷ്യന്റ് കൗണ്ട് ഒക്കെ ഡാറ്റ കളക്ഷന്റെ പാർട്ടായിട്ട് വന്നതാണ്. എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സർവീസ് ഓഫേർഡ്, ഇതൊക്കെ ടെക്സ്റ്റ് ഫീൽഡാണ്, ടെക്സ്റ്റ് ഏരിയ ആണ്. നമുക്ക് ന്യൂ ലൈനൊക്കെ സപ്പോർട്ട് ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ഫീ, ഇതൊക്കെ എന്താ വെച്ചാൽ ഈ പേഷ്യന്റ് ആപ്പ് ഡോക്ടർ ആപ്പ് ഒക്കെ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ ഈ യൂസർ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് എല്ലാം ഒരു പേജിൽ കണ്ടോളണമെന്നില്ല. പക്ഷെ നമ്മളെ യൂസർ ആപ്പിലും ഡോക്ടർ ആപ്പിലും രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ചില ഫീൽഡുകൾ ഇതിലുണ്ട്, ചിലത് അവിടെ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂസർ ആപ്പിൽ കണ്ടിട്ടില്ല. അതായത് ഡോക്ടർ എഡിറ്റ് ചെയ്യുന്ന പോർഷനിലൊന്നും കണ്ടിട്ടില്ല. അത് അഡ്മിൻ പാനൽ ത്രൂ ആഡ് ചെയ്യാനുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഫീൽഡുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് അതിനോട് ഫീൽഡുകളൊക്കെ മിസ്സിങ്, ചെറിയ ഫ്ലോ ബേസ് ചെയ്തിട്ട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ സപ്പോർട്ട് പീരിയഡിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. സപ്പോർട്ട് പീരിയഡ് മീൻസ് ഒരു ചെക്കിംഗ് ടൈം, ഈ വീഡിയോ തരുന്നതോട് കൂടെ ഒരു ചെക്കിംഗ് ടൈം തരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. വർക്ക്ഔട്ട് ചെയ്തിട്ട് ഓക്കെ അതിനു ശേഷം ഇൻ കേസ് എന്തെങ്കിലും കേസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്താൽ മതി. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ചെയ്യും. മേജർ ലോജിക് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അഡീഷണൽ ആയിട്ട് വേറെ അത് ചെയ്യേണ്ടി വരും, അപ്ഡേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈ ക്വാളിഫിക്കേഷൻ, അഫിലിയേഷൻ. പിന്നെ വരുന്നത് ഈസ് ബ്ലോക്ക്ഡ്, ജസ്റ്റ് ഇതൊന്നും ഇപ്പൊ യൂസ് കേസിൽ വരുന്നില്ല. പിന്നെ യൂസർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഫ്യൂച്ചർ കണ്ട് ചെയ്താണ്. വീണ്ടും പല യൂസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡോക്ടർ, സ്റ്റാഫ്, അങ്ങനെ പല കാറ്റഗറി വരാൻ, യൂസർ ടൈപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഒരു രീതിയിൽ മോഡൽ ഡിസൈൻ ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ കൊടുക്കുന്നത് ഇതിന്റെ ID ആണ്. യൂസർ ടൈപ്പ് ഗെറ്റ് ചെയ്യാനുള്ള API ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിലിപ്പോ കറന്റ് ഡോക്ടറാണ് വരിക. ഇവിടെ നമ്മളെല്ലാത്തിന്റെ ID ആണ് കൊടുക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഗെറ്റ് ചെയ്യാനുള്ള API ഉണ്ടാവും. ഓക്കെ, ഇതാണ് യൂസറെ രജിസ്റ്റർ ചെയ്യേണ്ട API. പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട API സെയിം API തന്നെയാണ്. പക്ഷെ അതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച്
കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം മാൻഡേറ്ററി അല്ല. നമുക്ക് മാൻഡേറ്ററി ആവുന്നത് പാസ്വേഡ്, യൂസർ നെയിം, ഫസ്റ്റ് നെയിം, മൊബൈൽ, അതായത് ആ UI കാണിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ സബ്മിറ്റ് ചെയ്താൽ ഓക്കെ ആവും. പിന്നെ ഓരോ ഫീൽഡും UI വരുന്നുണ്ട്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന പാർട്ട് ഓരോന്നും സിംഗിൾ ഫീൽഡൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും കിട്ടുന്ന ഡീറ്റെയിൽസ് യൂസറിന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ആപ്പിന്റെ ലോക്കൽ സ്റ്റോറേജിൽ കീപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഈ ഒരു API കോൾ ചെയ്താൽ മതി. ഇതിൽ വാല്യൂ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഓഫ്ലൈൻ ആക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. അതായത് ആ ഡോക്ടർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ 1 സെക്കൻഡിൽ കോൺഫിഗർ ചെയ്യണം, എന്നാൽ അത് വർക്കാവും. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് നോട്ടിഫിക്കേഷന്റെ പാർട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ഓഫ്ലൈൻ ആക്കുക. പിന്നെ നെക്സ്റ്റ് ബുക്കിംഗ് കൊടുക്കുമ്പോൾ ഒരു ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5 പേർക്ക് നോട്ടിഫിക്കേഷൻ പോകും. ആ ഒരു കാര്യങ്ങളൊക്കെ കോഡ് ബേസ് ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ആപ്പിന്റെ ഡിസൈൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ API ഇന്റഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് യൂസർ ഡീറ്റെയിൽസ്. ഇതിൽ ഗെറ്റ് യൂസർ വരുന്നുണ്ട്. ഗെറ്റ് യൂസർ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് യൂസറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇൻ കേസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് കൊടുത്താലും മതി. നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അത് ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസർ ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, റീഡയറക്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. സപ്പോസ് ഒരു ഇത് ഇല്ലാന്ന് വിചാരിക്കുക. ഓക്കെ. ആക്ച്വലി ഈ ഒരു നമ്പർ വെച്ചിട്ടുള്ള യൂസർ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. ഇൻ കേസ് ഇല്ലാത്തൊരു നമ്പർ ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ. ഇൻവാലിഡ് മൊബൈൽ നമ്പർ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ സ്റ്റാറ്റസ് 400 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആപ്പിൽ തന്നെ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് പുതിയ യൂസറെ രജിസ്റ്റർ ചെയ്യാന്നുള്ള രീതിയിലേക്ക്. അപ്പൊ നമ്മൾ ആ കീപ്പ് ചെയ്തിട്ടുള്ള നമ്പർ എന്ത് ചെയ്യാം, ഓൾറെഡി ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പൊ ആ നമ്പറും പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസറെ രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോ പിന്നെ ബുക്കിങ്ങിന്റെ പാർട്ടാണ് വരുന്നത്. നമുക്ക് ബുക്കിംഗ് ചെയ്തിട്ടുള്ളത് സിംഗിൾ ബുക്കിംഗ് വെച്ചെടുക്കാൻ പറ്റും. ID വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോ ഏത് ഡോക്ടറാണ്, ഞാൻ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ID ഉണ്ടാവും. എനിക്ക് എന്റെ ID വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വന്നിട്ടുള്ള ബുക്കിംഗ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എന്നാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു ടേബിളില് എല്ലാ ദിവസത്തെ അപ്പോയിന്റ്മെന്റും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ദിവസത്തെ ഡേറ്റ് എപ്പോഴും ഈ ഒരു ഫീൽഡിൽ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഗെറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഗെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസത്തെ കിട്ടും. പിന്നെ യൂസർ ഡോക്ടറുടെ ഭാഗം നോക്കുമ്പോൾ യൂസറിന് റോളില്ല. എന്നാൽ യൂസറുടെ ഭാഗം നോക്കുമ്പോൾ ഡോക്ടറിന് കണ്ടീഷൻ വരുന്ന സ്ഥലത്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ചില യൂസേഴ്സ് ഒക്കെ ഓരോ ടൈമിലായിരിക്കും കൊടുക്കുക. അപ്പൊ ഇന്ന ടൈമിലുള്ള ഇന്ന സ്ലോട്ടിലേക്ക് വന്നിട്ടുള്ള യൂസേഴ്സിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ബുക്കിങ്ങിന്റെ API. അതുപോലെ തന്നെ പിന്നെ ബുക്കിംഗ് പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു API വഴിയാണ്. ഈ API കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടും. അതായത് പുതിയൊരു ബുക്കിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഏതാണ്, അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൊടുക്കുക. ഏത് ഡോക്ടറാണ്, നമ്മുടെ യൂസർ ID ഏതാണ്, ഏത് ടൈം സ്ലോട്ടിലേക്കാണ് വേണ്ടത്. ടൈം സ്ലോട്ട് ഓൾറെഡി ബാക്ക്എൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബുക്കിംഗ് സ്റ്റാറ്റസ് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുക, ബുക്കിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പെൻഡിങ് കൊടുക്കുക. പിന്നെ ഈ ഡോക്ടറാണ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ എൻഡ് അപ്പോയിന്റ്മെന്റ് അങ്ങനെ എന്തോ ഒരു ബട്ടൺ കണ്ടല്ലോ, അതൊക്കെ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആണ് സ്റ്റാറ്റസും കൊടുക്കുക. ഓക്കെ. പിന്നെ ഓൾറെഡി ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഗോയിങ് വെച്ചിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റസുകളൊക്കെ കൊടുത്തിട്ടുള്ളത്.
പിന്നെ ID വെച്ചിട്ട് ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ആവും. ഇൻ കേസ് ID ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റ് ആവും. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഷെഡ്യൂൾ, ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ API യൂസ് ചെയ്യുന്നത്. ഇതില് നമുക്ക് ഡോക്ടറിന്റെ ഡേ ഇപ്പം മൺഡേ ആണിത്, അപ്പൊ അവിടെ മൺഡേ വരും. അതുപോലെ തന്നെ ടൈം ഫ്രം ടൈം ടു യൂസർ. ഓക്കെ, യൂസർ എന്നുള്ളിടത്ത് നമ്മൾ ആ ഡോക്ടർ ID ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോ ടൈം ഫ്രം എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ടൈം കൊടുക്കേണ്ടത്. ഇപ്പോ 10 മണിയാണെങ്കിൽ 10:00:00:00 ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടത്. അപ്പോ അത് ആ രീതിയിൽ കൊടുക്കുക. പിന്നെ വരുന്നത് ആഡ് ഷെഡ്യൂൾ. ഓക്കെ,